അഭിലാഷ്, വളരെ അസാധാരണമാണ് പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഇത്തരത്തിൽ ഒരു മത്സരം നടക്കുന്നതും ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന അസാധാരണമാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, പാർട്ടി ഭരണഘടനയ്ക്കനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും, പാർട്ടി സെക്രട്ടറിയോട് പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പാർട്ടിയുടെ ജനാധിപത്യ അവകാശം അത് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നതോടെ ഇതൊരു സാധാരണ സംഭവമായി മാത്രമാണോ കാണേണ്ടത്? തീർച്ചയായിട്ടും ഇതൊരു സംഘടനാ രീതി അനുസരിച്ച് തന്നെ ഒരു ഡെലിഗേറ്റിന് മത്സരിക്കാം. തന്റെ ജനാധിപത്യപരമായ, അതായത് പാർട്ടിയിലെ ജനാധിപത്യ അവകാശം വിനിയോഗിച്ചു എന്നാണ് DL കരാട് പറയുന്നത്. അത് ശരിയുമാണ്. ഇപ്പോൾ നമ്മൾ മുൻപ് സമ്മേളനങ്ങളിലൊക്കെ മത്സരങ്ങൾ കണ്ടിട്ടുള്ളത് വളരെ ആസൂത്രിതമായി പക്ഷങ്ങൾ വോട്ട് ക്യാൻവാസ് ചെയ്തൊക്കെ പാനലിനെ തോൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ്. ഇവിടെ ഔദ്യോഗിക പാനലിനെ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിക്കാൻ DL കരാടിന് ഉള്ള ശേഷിയില്ല. കാരണം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വളരെ ആസൂത്രിതമായ പിന്തുണ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. 84 പേരുടെ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ, ഔദ്യോഗിക പാനൽ വെച്ചപ്പോൾ അദ്ദേഹം അതിനെ എതിർക്കുകയും ഞാൻ ഇതിനെ എതിർത്ത് മത്സരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. ना ना, अभी तो CC होगा, उसके बाद PB सेक्रेटरी, जनरल सेक्रेटरी उसके बाद होंगे। अभी मेरा फ्लाइट है 5 बजे, रात जाम की स्थिति है। कॉमरेड, इस बार तो मतलब अतिथि के लिए जो चुनाव हुआ है, वोटिंग हुआ है, ये तो प्रक्रिया है, उसमें सामान्य बात है, ये कोई बड़ी बात नहीं है। लेकिन हर बार नहीं होती है। नहीं, कोई भी अगर एक आदमी भी करेगा तो होगा, इसमें क्या कोई बुरी बात नहीं है। चुनाव रिजल्ट आ गया है? रिजल्ट आ गया? नहीं, रिजल्ट नहीं आया अभी। ठीक है. എന്തായാലും അത് ജനാധിപത്യപരമായ ഒരു പ്രക്രിയ മാത്രമാണ് നടന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അവിടെ നടന്ന ഇതിനെപ്പറ്റി തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളൊക്കെയും. അവിടെ നടന്നത് ഒരു സാധാരണ പ്രക്രിയ മാത്രമാണെന്നുള്ളതാണ്. അതായത് ഈ പാർട്ടിയിൽ ആ തരത്തിൽ, CPM-ൽ ആ തരത്തിലുള്ള അവകാശമുണ്ട് ഓരോ സഖാവിനും. ആ അവകാശത്തെ അദ്ദേഹം വിനിയോഗിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ്. മറ്റു നേതാക്കളും ഈ വിഷയത്തിന്മേൽ പ്രതികരിക്കുന്നത്. അഭിലാഷ് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു സംഘടനാ സംവിധാനത്തിൽ ആ സംഘടനയുടെ ബൈലോ അനുസരിച്ച് ആ സംഘടനയിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ്, അവകാശങ്ങളാണുള്ളത്, അത് ആ പാർട്ടി സഖാവ് ഉപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു വായന ഇതിൽ വേണ്ടെന്നാണ്. തീർച്ചയായിട്ടും ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഈ പാനൽ അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിലേക്ക് പോയി. ഇപ്പോൾ വോട്ടെണ്ണൽ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മുഴുവൻ ഡെലിഗേറ്റുകളും വോട്ട് ചെയ്യണം. ആ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ പ്രതിനിധിയുടെയും നേർക്ക് ടിക്കറ്റ്, അങ്ങനെയാണ്, ആ തരത്തിലാണ്. അപ്പോൾ ഇതൊരു വലിയ പ്രക്രിയയാണ്. അതുകൊണ്ട് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ലഞ്ചിന് പിരിയാനിരുന്ന സമ്മേളനം ഇത്രയും നീണ്ടു. ഇപ്പോൾ ഈ ഡെലിഗേറ്റുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഒരു അരമണിക്കൂറെങ്കിലും മുമ്പ് സമ്പൂർണ്ണമായി സർവ്വദേശീയ ഗാനം പാടി അവസാനിപ്പിക്കേണ്ടിയിരുന്ന സമ്മേളനം 1.5 മണിക്കൂർ അതുകൊണ്ട് ലേറ്റായി എന്നുള്ള കാര്യമുണ്ട്. DL കരാട് അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ട്രേഡ് യൂണിയൻ നേതാവാണ്. അദ്ദേഹം മഹാരാഷ്ട്ര ഷുഗർ കെയിൻ കട്ടിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം അങ്ങനെയാണ്, അത് CITU-വിൽ അഫിലിയേറ്റ് ചെയ്ത യൂണിയനാണ് MSCTWU. ഈ MSCTWU-വിന്റെ മഹാരാഷ്ട്ര സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം CITU-വിന്റെ ദേശീയ സമിതിയിൽ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അങ്ങനെ CITU ദേശീയ വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ മത്സരിച്ചിരിക്കുന്ന DL കരാട്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് 2019 നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം 4ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. എങ്കിലും നാസിക്കിൽ നിന്ന് DL കരാടിന് അന്ന് 22,657 വോട്ടുകൾ, അതായത് 10% മുകളിൽ, നാസിക്കിൽ മത്സരിച്ച് 10% മുകളിൽ, അതായത് 10% മുകളിൽ വോട്ട് അരിവാൾ ചുറ്റിയേക്ക് പോൾ ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് DL കരാട്. ആ കരാട് ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചു. അദ്ദേഹത്തിന് പരാജയം സുനിശ്ചിതമാണ്. പക്ഷേ വോട്ടെണ്ണൽ പൂർത്തീകരിച്ചിട്ടില്ല. ഡെലിഗേറ്റ്സ് ഇപ്പോൾ ലഞ്ചിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഓരോ നേതാക്കൾ അവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബൈറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷയ. ശരി, അഭിലാഷ് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും DL കരാട് അദ്ദേഹം മത്സരിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിനെ തുടർന്നാണ് മത്സര രംഗത്തെത്തിയത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ഇപ്പോൾ അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ആ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കാൻ ഇനിയും സമയം വേണ്ടിവരും. ആ സമയമാണ് ഇപ്പോൾ ശേഷിക്കുന്നത് എന്നുള്ളതാണ്. അഭിലാഷ്, അതായത് നമ്മൾ നേരത്തെ ഉള്ള മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ, അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ ഏകദേശം ഉച്ചയോട് കഴിയുന്ന സമയത്ത് തന്നെ ഒരു പ്രഖ്യാപനമൊക്കെ അവിടെ നിന്ന് ഉണ്ടാകേണ്ടതും ഈ കേന്ദ്ര കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും ഒപ്പം തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറിയൊക്കെ പ്രഖ്യാപിക്കേണ്ടുന്നൊരു സമയമാണ് കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ എത്ര നേരം വൈകാനുള്ള സാധ്യതയാണുള്ളത്? പൊതുസമ്മേളനം ഉൾപ്പെടെ നടക്കാനിരിക്കുന്നു. അതായത് വരണാധികാരി വോട്ടെണ്ണൽ പൂർത്തിയായതായി അറിയിക്കുകയും പുതിയ കേന്ദ്ര കമ്മിറ്റിയെ പ്രഖ്യാപിക്കുകയും വേണം.
ഇപ്പോൾ ഔദ്യോഗിക പാനൽ 84 പേരാണ് ഔദ്യോഗിക പാനലിലുള്ളത്. 84 പേരും പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെടാനാണ് എല്ലാ സാധ്യതയും. പാനലിനെതിരെ മത്സരിച്ച DL കരാട് തെരഞ്ഞെടുക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ല. കാരണം അദ്ദേഹത്തിന് ഒരു സംസ്ഥാന ഘടകത്തിന്റെയും പിന്തുണയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ DL കരാട് തെരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ ഔദ്യോഗിക പാനൽ ഈ വോട്ടെടുപ്പിലൂടെ തന്നെ തെരഞ്ഞെടുക്കപ്പെടും. അല്ലെങ്കിൽ വോട്ടെണ്ണലിന് ശേഷം ഔദ്യോഗിക പാനലിനെ പുതിയ കേന്ദ്ര കമ്മിറ്റിയായി പ്രഖ്യാപിക്കും. തുടർന്നാണ് പുതിയ ജനറൽ സെക്രട്ടറിയുടെ പ്രഖ്യാപനം ഉണ്ടാവുക. അങ്ങനെ പോളിറ്റ് ബ്യൂറോയുടെയും ജനറൽ സെക്രട്ടറിയുടെയും പ്രഖ്യാപനത്തിന് ശേഷം സ്വാഗത സംഘത്തിന് വേണ്ടിയുള്ള നന്ദി പ്രസംഗം സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ നടത്തും. അതിനുശേഷം സാർവദേശീയ ഗാനം പാടി ഇന്റർനാഷണൽ പാടി സമ്മേളനം അവസാനിപ്പിക്കും. അതിനുശേഷമാണ് ഇനി പൊതുസമ്മേളനം നടക്കാൻ പോകുന്നത്. പൊതുസമ്മേളനത്തിന് പോകാനായി ഈ സമ്മേളനം ഇവിടെ അവസാനിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് ആണ്. അപ്പോൾ ഈ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്നാൽ ഇതിന് വോട്ടെണ്ണൽ പ്രഖ്യാപിക്കും. അതായത് പുതിയ കേന്ദ്ര കമ്മിറ്റിയെ പ്രഖ്യാപിക്കും. പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോയെയും പുതിയ ജനറൽ സെക്രട്ടറിയെയും പ്രഖ്യാപിക്കും. അതാണ് ഇനി നടക്കാനിരിക്കുന്ന നടപടിക്രമം. CPM-നെ സംബന്ധിച്ച് അതിന്റെ 24ാമത്തെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചെങ്കൊടി താഴ്ത്തുമ്പോൾ പുതുതലമുറ നേതൃത്വം 92-ലെ ചെന്നൈ പാർട്ടി കോൺഗ്രസിന് സമാനമായ വിധത്തിൽ പുതിയ ഒരു നേതൃനിര ഉണ്ടാവുന്നു. ഇത്രയും കാലം കഴിഞ്ഞ 2 പതിറ്റാണ്ടെങ്കിലുമായി CPM-ന്റെ നേതൃമുഖമായി നിന്നിരുന്ന പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, അതുപോലെ തന്നെ സുഭാഷിണി അലി തുടങ്ങിയ ആളുകൾ, സൂര്യകാന്ത് മിശ്ര തുടങ്ങിയ ആളുകൾ, ബിമൻ ബോസ് അടക്കം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറുന്നു. അതേസമയം പുതിയ ഒരു നേതൃനിര വരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് വിജു കൃഷ്ണനും അരുൺകുമാറും, പഴയ യെച്ചൂരി കാരാട്ട് ദ്വന്ദ്വത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ വിജു കൃഷ്ണൻ, അരുൺകുമാർ ദ്വയം ഡൽഹിയിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ CPM-നെ നയിക്കാൻ പോളിറ്റ് ബ്യൂറോയിൽ മർമ്മപ്രധാനമായ സ്ഥാനത്തിരിക്കുന്നു. ജനറൽ സെക്രട്ടറിയായി MA ബേബി, കേരളീയനായ MA ബേബി വരുന്നു. 1979 SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയ ആളാണ് MA ബേബി. അദ്ദേഹം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുണ്ട് 1987. അങ്ങനെ വർഗ ബഹുജന സംഘടനകളെ ദേശീയ തലത്തിൽ നയിച്ച് പാരമ്പര്യമുള്ള ആളാണ്. 1989 കേന്ദ്ര കമ്മിറ്റിയിലേക്കും 92 കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്കും 2012 പോളിറ്റ് ബ്യൂറോയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് MA ബേബി. MA ബേബിയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു നേതൃനിര വരുന്നു. ഇത്രയും കാലം പാർട്ടിയുടെ വനിതാ മുഖങ്ങളായി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായി നിന്നിരുന്നത് ബൃന്ദ കാരാട്ടും അതുപോലെ തന്നെ സുഭാഷിണി അലിയുമാണെങ്കിൽ ഇപ്പോൾ യു വാസുകിയും മറിയം ധാവ്ലെയും 2 പുതിയ വനിതാ നേതാക്കൾ വരുന്നു. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പുതിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഓരോരുത്തർ വീതം വരുന്നു. അങ്ങനെ ഒരു പുതിയ CPM പുതിയ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറെടുത്തുകൊണ്ടാണ് മധുരയിൽ സമ്മേളനം അവസാനിപ്പിക്കുക.